ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കാത്തതിന് ബിഷപ്പ് പാംപ്ലാനിക്ക് എന്ത് ന്യായമാണ് പറയാനുള്ളത്? എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സിനഡ് നിശ്ചയിച്ച രീതിയിലുള്ള ഏകീകൃത കുർബാന പൂർണ്ണമായി നടപ്പാക്കുന്നതിൽ ബിഷപ്പ് പാംപ്ലാനി പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നാണ് യാഥാർത്ഥ്യം. ബിഷപ്പ് ജോസഫ് മാർ പാംപ്ലാനി ഉൾപ്പെടെയുള്ള സിനഡ് സമിതി അംഗങ്ങൾ രൂപതയിലെ വൈദികന്മാരുമായി ഒത്തുതീർപ്പിലെത്തിയതും ജനാഭിമുഖ കുർബാന തുടരാൻ അനുവദിച്ചതുമൊക്കെ വലിയ തെറ്റ് തന്നെയാണ്. ഏകീകൃത കുർബാന കൃത്യമായി നടപ്പാക്കണമെന്ന് വത്തിക്കാൻ കർശന നിർദ്ദേശം നൽകുകയാണ്. പക്ഷേ എറണാകുളത്തെ വൈദികരുടെയും വിശ്വാസികളുടെയും കടുത്ത പ്രതിഷേധം കാരണം പാംപ്ലാനിയുടെ നേതൃത്വത്തിലുള്ള ചില സമിതികൾ പലപ്പോഴും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ആദ്യം ഏകീകൃത കുർബാന നടപ്പാക്കാൻ കടുത്ത നിലപാട് സ്വീകരിച്ച പാംപ്ലാനി പിന്നീട് ജനാഭിമുഖ കുർബാനയിലേക്ക് മാറി. ഇത് പാംപ്ലാനിയുടെ നിലപാടുകളുടെ വൈരുദ്ധ്യമായിട്ടാണ് വിശ്വാസികൾ ചൂണ്ടിക്കാട്ടുന്നത്. വത്തിക്കാന്റെ അന്ത്യശാസ്ത്രം നിലനിൽക്കുകയാണ് എറണാകുളം അതിരൂപതയിലെ ഭൂരിഭാഗം പള്ളികളിലും ഇപ്പോഴും ജനാഭിമുഖ കുർബാന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് നടപ്പാക്കാൻ പാംപ്ലാനി ഉൾപ്പെടെയുള്ള മെത്രാന്മാർ മൗന അനുവാദം നൽകിയെന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. സിനഡ് തീരുമാനങ്ങൾ നടപ്പാക്കുമെന്ന് ആദ്യം പ്രഖ്യാപിച്ചെങ്കിലും വൈദികർ തെരുവിലിറങ്ങുകയും പ്രതിഷേധം ശക്തമാകുകയും ചെയ്തപ്പോൾ പാംപ്ലാനി അതിന്റെ നിലപാടുകളിൽ നിന്നും പിന്നോക്കം പോയി. ഇത് പാംപ്ലാനിക്ക് വത്തിക്കാന്റെയും സിനഡിന്റെയും കണ്ണിൽ അവിശ്വസ്തനായ നേതാവെന്നൊരു പ്രതിച്ഛയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. മാർപ്പാപ്പയുടെ നേരിട്ടുള്ള ഉത്തരവ് പോലും നടപ്പാക്കാൻ കഴിയാത്ത വിധം സഭയിലെ അച്ചടക്കം തകർന്നു കഴിഞ്ഞു എന്നതിന്റെ ഉത്തരവാദിത്തം പാംപ്ലാനി ഉൾപ്പെടെയുള്ള മെത്രാന്മാർക്ക് തന്നെയാണ്. ഇതാണ് ഒരു വലിയ വിഭാഗം വിശ്വാസികൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ ഏകീകൃത കുർബാന നടപ്പാക്കുന്നതിന് പകരം അതിനെ എതിർക്കുന്നവർക്ക് പരോക്ഷമായി പിന്തുണയും നൽകുകയും അതിന് കൂട്ടുനിൽക്കുകയും ചെയ്തു എന്നാണ് പാംപ്ലാനി ഇപ്പോൾ നേടുന്ന ഏറ്റവും വലിയ ആരോപണം. ഇത് സഭയെ ഒരു കടുത്ത പിളർപ്പിന്റെ വക്കിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. വത്തിക്കാന്റെ നിർദ്ദേശങ്ങൾ കർശനമായി നിലനിൽക്കെ തന്നെയാണ് അതിരൂപതയിലെ വൈദികരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ജനാഭിമുഖ കുർബാനയുമായി മുന്നോട്ട് പോകാൻ പാംപ്ലാനി അനുവാദം നൽകിയതെങ്കിൽ അത് ആര് പറഞ്ഞിട്ടാണ് എന്നുകൂടി വ്യക്തമാണ്. ഇത് കടുത്ത അനുസരണക്കേടെന്ന ആക്ഷേപം സഭയിലെ സിനഡ് അനുകൂലികൾ ഉന്നയിച്ചിട്ടും പാംപ്ലാനിക്ക് ഒരു മാറ്റവുമില്ല. സഭയിലെ ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കാനും പള്ളികൾ തുറന്ന് പ്രവർത്തിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരമൊരു ജനാഭിമുഖത്തിലേക്കുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് പാംപ്ലാനി തയ്യാറായതെന്നാണ് പാംപ്ലാനിയെ അനുകൂലിക്കുന്നവരുടെ വാദം. ആത്മീയ നേതൃത്വമാണ് അവർ കൃത്യമായ നിലപാട് ഉറച്ചു നിൽക്കാതെ സാഹചര്യമനുസരിച്ച് മാറുന്നതും രാഷ്ട്രീയപരമായുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുമൊക്കെ വളരെ മോശമാണെന്ന് തന്നെയാണ് വിശ്വാസികൾ ഇപ്പോഴും ചൂണ്ടിക്കാട്ടുന്നത്. സഭാപരമായ മലക്കമറിച്ചിലുകൾ ഇതുതന്നെയാണ് പാംപ്ലാനിയുടെ വിശ്വാസ്യതയെ ഇപ്പോൾ 0% കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഏകീകൃത കുർബാനെ അനുകൂലിക്കുന്നവർ ഒരു വലിയ വിഭാഗം വൈദികരും വിശ്വാസികളുമാണ്. ഇവർ പാംപ്ലാനി നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സഭയിൽ പല വേദികളിലും ഉയർത്തിയിട്ടുള്ളത്. എന്തായാലും സഭയിൽ കനത്ത ആഘാതമാണ് ഇപ്പോൾ ഈ പാംപ്ലാനിയുടെ മൗന അനുവാദത്തോടെയുള്ള ജനാഭിമുഖ കുർബാന നടപ്പാക്കുന്നതിലൂടെ ഇപ്പോൾ സഭയിൽ ഉണ്ടായിരിക്കുന്നത്. ഏകീകൃത കുർബാന അനുകൂലികളെ പാംപ്ലാനി അവഗണിച്ചു എന്നതാണ് മറ്റൊരു ആരോപണം. സിനഡ് എടുത്ത തീരുമാനം നടപ്പാക്കാൻ ബാധ്യസ്ഥനായ ഒരു മെത്രാൻ വത്തിക്കാന്റെ കൃത്യമായ നിർദ്ദേശങ്ങൾ മറികടന്ന് അത് മാറ്റിവെച്ച് വിമത വൈദികർക്ക് വഴങ്ങിക്കൊടുത്തു എന്നത് വലിയ വിശ്വാസവഞ്ചനയായിട്ടാണ് ഏകീകൃത കുർബാന അനുകൂലികൾ ഇപ്പോൾ നോക്കിക്കാണുന്നത്. ഒരു വശത്ത് സിനഡ് തീരുമാനങ്ങളെ മുറുക്കി പിടിക്കുന്നവരും മറുവശത്ത് പ്രാദേശിക പാരമ്പര്യം, അതായത് ജനാഭിമുഖ കുർബാന തന്നെ വേണമെന്ന് വാദിക്കുന്നവരും തമ്മിൽ വടംവലി നടക്കുന്നു. ഇവർക്കിടയിൽ ഒരു പാലമായി നിന്ന് പ്രവർത്തിച്ച് ആ തർക്കം സമവായത്തിലെത്തിക്കുന്നതിന് പകരം സാഹചര്യത്തിനനുസരിച്ച് തന്റെ നിലപാടുകൾ മാറ്റിയത് തന്നെയാണ് സഭയെ ഇപ്പോഴൊരു പിളർപ്പിലേക്ക് എത്തിച്ചതെന്ന് പാംപ്ലാനി എന്ന് മനസ്സിലാക്കണം. മാർപ്പാപ്പയുടെയും വത്തിക്കാന്റെ നേരിട്ടുള്ള കൽപ്പനകൾ ലംഘിക്കപ്പെടുന്നത് സഭയുടെ നിയമസംഹിതയെ തന്നെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ്. ഇത് ഭാവിയിൽ മറ്റു രൂപതകളിലും സമാനമായ രീതിയിൽ അച്ചടക്കമില്ലായ്മ ഉണ്ടാകാൻ കാരണമാകുമെന്നാണ് ഇപ്പോൾ വിമർശകർ ഭയപ്പെടുന്നത്. ഇതുതന്നെയാണ് ഡൽഹി ഫരീദാബാദിൽ ടാഗോർ പള്ളിയിൽ നടന്ന ആ കുർബാന നിർത്തിവെച്ച സംഭവം. സഭാപരമായ ചില നിലപാടുകളിലൂടെ, രാഷ്ട്രീയപരമായ നിലപാടുകളിലൂടെ സ്വന്തം വിശ്വാസികൾക്കിടയിലും വലിയൊരു വിഭാഗത്തിന്റെ വെറുപ്പ് സമ്പാദിച്ചു എന്നത് മാത്രമാണ് പാംപ്ലാനി നേടിയ ഒരേ ഒരു നേട്ടം. അതുകൊണ്ട് ജനാഭിമുഖ കുർബാനയ്ക്ക് മാറ്റിവെച്ച് വത്തിക്കാൻ മാർപ്പാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്ന കർശന നിർദ്ദേശം നിലനിൽക്കുന്ന ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പാക്കി തുടങ്ങണമെന്നാണ് ഇപ്പോൾ വിശ്വാസികൾ വീണ്ടും പാംപ്ലാനിയോട് ആവശ്യപ്പെടുന്നത്.